ഇന്ന് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ നിന്നല്ല റോഡിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും പൂജിട്ടും കൂടെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണേ. കുറേ ദിവസമായി ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ച് പോകണു. ഇപ്പോൾ കൈവേദന അത്യധികമാണ് കേട്ടോ. അതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റിട്ട് പൂജുട്ടീനെ സ്കൂൾ അങ്ങോട്ട് ലീവാക്കി വെച്ചിട്ട് ഞാൻ നേരെ അവളെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ വിചാരിച്ചു. ഒറ്റയ്ക്ക് പോകാൻ വേണ്ടി എനിക്ക് എന്തോ പേടിയാണ്. ഒന്നാമത് എനിക്ക് ഹോസ്പിറ്റൽ കേസ് പേടിയാട്ടോ. അത് വലിയ ഒന്നുമില്ലെങ്കിലും ഇപ്പോൾ ഒരു തുമ്മലാണെങ്കിൽ എനിക്ക് കൂടെ ആരെങ്കിലും വേണം ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി. അങ്ങനെ നമ്മൾ നടന്ന് തോടും പാടൊക്കെ താണ്ടിയിട്ട് കുളമംഗലത്തെത്തി അവിടുന്ന് ഓട്ടോ പിടിച്ച് വളാഞ്ചേരി എത്തി. വളാഞ്ചേരിയിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് ബസ്സിലാണ് പോണേ. നമ്മൾ കുറ്റിപ്പുറം ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. നല്ല ഡോക്ടേഴ്സാണ് അവിടെ കേട്ടോ. ഈ പറഞ്ഞ പോലെ രാവിലെ മുതൽ വൈകുന്നേരം 24 മണിക്കൂറുണ്ടോ അതെനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. പക്ഷേ വൈകുന്നേരമൊക്കെ എപ്പോൾ ചെന്നാലും അവിടെ ഡോക്ടേഴ്സ് ഉണ്ട്, അതെനിക്കറിയാം. പിന്നെ ഒരുപാട് വിഭാഗത്തിനുണ്ട് ഇനി കേട്ടോ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോൾ കുറച്ചായിട്ട് ഇവിടേക്കാണ് പോണത് കേട്ടോ. നല്ല സർവീസുമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഇങ്ങനെ നോക്കി നമ്മളങ്ങോട്ട് ഒഴിവാക്കി വിടുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സംഭവമൊന്നും അല്ല കേട്ടോ ഇവിടെ ഉള്ള. ഞാൻ കാണിച്ച ഡോക്ടേഴ്സ് അങ്ങനെയല്ല. അങ്ങനെ നമ്മളവിടെ ചെന്നപ്പോൾ നല്ല ഗംഭീര തിരക്കായിരുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ പണ്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ വിചാരം അവിടുത്തെ മരുന്നൊന്നും കഴിച്ച് കഴിഞ്ഞാൽ മാറില്ല, വെറുതെ എന്നായിരുന്നു കേട്ടോ. പിന്നെയാണ് മനസ്സിലായത് ഗവൺമെൻറ് ഹോസ്പിറ്റലും അടിപൊളി ഡോക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ വെച്ചിട്ട് ഇപ്പോൾ അടുപ്പിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് പോവുക. നമ്മൾ അന്നാളൊരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കണ്ണൻകുട്ടിയുടെ കാലിൽ മുറിയായിട്ട്. നമ്മൾ ചെന്നപ്പോഴാ 167 ആയിരുന്നു. നമ്മുടെ ടോക്കൺ ആണെങ്കിൽ 279 എങ്ങാണ്ടായിരുന്നു. അങ്ങനെ അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി കയറി. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ലോങ് വീഡിയോ ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ട് പൂജുട്ടി ഒരു ഉറക്കവും പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഡോക്ടറെയൊക്കെ കാണിച്ചിട്ട് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുക. ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അത് ഒരാഴ്ച കാണിച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി ഇത്രേ. അത് ചോദിക്കാൻ വേണ്ടി പോയതായിരുന്നു. അവിടുന്ന് മെഡിസിൻ വാങ്ങാൻ നിന്നപ്പോൾ എനിക്കൊരു ഓയിൽമെൻറ്റ് മാത്രമേ തന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ മരുന്നുകളും പുറത്തേക്കായിരുന്നു കേട്ടോ. ക്യൂ ആയിരുന്ന ഗംഭീരമായിരുന്നു എല്ലായിടത്തും. പൂജയ്ക്കും കാണിച്ചിട്ടുണ്ടായിരുന്നു അവൾക്കൊരു അലർജിയുടെ, അതിനും മരുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ മൊത്തത്തിൽ പുറത്തേക്ക്. ഞാനാണെങ്കിൽ പൈസയുടെ ലാഭം നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോവാറ്. മറ്റേത് പുറത്ത് ഡോക്ടറെ കാണിക്കുമ്പോൾ 200 രൂപ ഫീയും മരുന്നൊക്കെ കൂടെ ആകുമ്പോഴേക്കും 1000 രൂപയുടെ തല ഉണ്ടാവില്ല. അങ്ങനെ ഓയിൽമെൻറ്റെങ്കിലും ഓയിൽമെൻറ്റ് കിട്ടിയല്ലോ എന്നുള്ള സമാധാനത്തിൽ അതിൽ പുറത്തൊന്ന് മേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ മരുന്നൊക്കെ കിട്ടിയത് വാങ്ങിയിട്ട് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗംഭീര തിരക്കാട്ടെ. അത് എപ്പോഴും ഇവിടെ അങ്ങനെ തന്നെയാണ്. ഈ ഒരു ഓയിൽമെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ മരുന്ന് കിട്ടാത്ത സങ്കടത്തിൽ ഞങ്ങൾ നേരെ ഒരു ലൈമ് കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. മണിക്കൂർ നേരം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ലൈമ് കുടിക്കാമെന്ന് വിചാരിച്ചേ. ഇവിടെയും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും എനിക്ക് പുറത്തുനിന്ന് എൻ്റെ ഡോക്ടർ നല്ല ഒരു മരുന്ന് മാത്രമേ എനിക്കാണെങ്കിൽ ഒരു കാര്യമില്ല പറയാം. മോളെന്താ കട്ടറിയോ മോളിൻ്റെ ജീവിതകഥ എന്ത് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ A to Z കാര്യങ്ങൾ അങ്ങോട്ട് പറയും. ഡോക്ടർക്ക് ഇങ്ങോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടൊരു സമയം കൊടുക്കില്ല. നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്ന പോലെ തന്നെ ഒറ്റ ശ്വാസത്തിൽ അങ്ങോട്ട് പറയും. എനിക്കിത് ഇത്രയും വർഷമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ വർക്ക് ചെയ്യാൻ പോയപ്പോഴാണ് എനിക്ക് തുടങ്ങിയത്. അപ്പോൾ ഇത്രയും ആയി, അതിന് ഇന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് മാറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയും. അല്ലാതെ ഞാൻ ചെന്നിട്ട് എനിക്ക് കൈവേദനയാണ് ഡോക്ടറെ എന്ന് പറയില്ല കേട്ടോ. ഞാനതിൻ്റെ മുന്നേ മുതലുള്ള കാര്യങ്ങൾ പറയും. ഈ പൂജിട്ട് അത് കേൾക്കുമ്പോഴേക്കും പറയും ഞാനുള്ള പായാരം മൊത്തം ഡോക്ടറോട് പറയാണ്. ഇനി ബാക്കി പറയാൻ വേണ്ടിയിട്ട് ലോണിൻ്റെ കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ജീവിതകഥ മൊത്തം ഞാൻ അവിടെ ഇരുന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. എനിക്കത് മൊത്തത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കൊരു പേടി. അവർ വല്ല മരുന്നും മാറി തരുമോ, അല്ലെങ്കിൽ അവരുടെ മാറി തരുമോ എന്നല്ല, നമ്മളിപ്പോൾ പറയണേനല്ലേ തരുള്ളൂ. ഇത്രയും പ്രശ്നമുള്ളത് ഡോക്ടർക്ക് അറിയണമെങ്കിൽ ഞാൻ പറയണ്ടേ, അത് വിചാരിച്ചിട്ട് ഞാനെല്ലാം പറയും. അവളാണെങ്കിൽ ഒന്നും പറഞ്ഞില്ല, പറയുമ്പോഴേക്കും ഡോക്ടർ മരുന്ന് എഴുതി കൊടുത്തു അത്രേ. അത് പറഞ്ഞിട്ടാണ് ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ പുറത്തുനിന്ന് നമുക്ക് മരുന്നൊക്കെ വാങ്ങി 600 സംതിങ് എൻ്റെ മരുന്നിനായി. അത് കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ തിരിച്ചിങ്ങോട്ട് പോകുന്നു വളാഞ്ചേരിക്ക്. തിരക്ക് വയസ്സായ അമ്മ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് നീട്ട് കൊടുത്തു തോന്നുന്നു. അത്ര കാര്യമായിട്ട് തിരക്കുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് കരിഞ്ഞു ഉണങ്ങി എന്ന് പറയില്ല, അതുപോലത്തെ വെയിലായിരുന്നു. ബസ്സൊക്കെ വേഗം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വളാഞ്ചേരി എത്തിയിട്ട് നമ്മൾ കുറച്ച് പച്ചക്കറി
പച്ചക്കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കപ്പ കഴിക്കാൻ വേണ്ടി കുറേ ആയി പൂതി. പിന്നെ ചെറുള്ളി എങ്ങാണ്ടിട്ട് അന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ ഞാൻ പറഞ്ഞതിൽ. അപ്പോൾ അതും ഒക്കെ കൂടെ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മീൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങണ ഏട്ടന്മാരല്ല, വേറെ ഏട്ടന്മാരായിരുന്നു. അപ്പോൾ അവരിൽ നിന്ന് ഈ മീൻ 150 രൂപയ്ക്ക് 2 മീൻ കേട്ടോ. 140 രൂപയാണ്, 150 രൂപേൻ്റെ കുഴപ്പമില്ല കേട്ടോ, നല്ല മീനാണേ. അപ്പോൾ അവരത് വെട്ടിത്തരാ. അങ്ങനെ ഷാജേട്ടനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആളിവിടെ ഇല്ലേ എന്നുള്ളതൊക്കെ, കാണാറില്ലല്ലോ എന്നുള്ളതൊക്കെ കാര്യമൊക്കെ പറഞ്ഞു എല്ലാവരോടും കാര്യം പറയും നിന്നിട്ടോ. ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ ഞാൻ അവരോട് കാര്യം പറയാമല്ലോ, അതൊന്നും മിണ്ടാണ്ട് നിൽക്കാൻ പറ്റുമോ? അങ്ങനെയാണ് കേട്ടോ. ഇവരൊക്കെ നമ്മളെ സ്ഥിരമായിട്ട് ഇങ്ങനെ അപ്പോഴൊക്കെ ഇങ്ങനെ കാണുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് അവർ കാര്യം ചോദിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് മാങ്ങ കണ്ടിട്ടുണ്ടായിരുന്നു, മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓണത്തിന് നമ്മൾ നാരങ്ങയല്ലേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അവിടുന്ന് അതും മേടിച്ചു. പിന്നെ ഒരു ലോട്ടറി എടുക്കാമെന്ന് വിചാരിച്ചു. ഭാഗ്യത്തിന് എങ്ങാനും അടിച്ചാലോ, ഓണം ബമ്പറൊന്നും അല്ല കേട്ടോ, അതിന് 500 അല്ലേ, ഇത് 50 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തിട്ട് നമ്മളിതാ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ മക്കളെ. ഇനി വീട്ടിലെത്തിയിട്ട് ബാക്കി ഫുഡിൻ്റെയും കാര്യങ്ങളും ഒക്കെ നോക്കണം കേട്ടോ, അത്രയും പണി അവിടെ കിടക്കുകയാണ്. വന്നിട്ട് യൂണിഫോം ഒക്കെ മാറിയിട്ടു കേട്ടോ, ഡ്രസ്സൊക്കെ മാറ്റി. അയ്യോ വെയിൽ കൊണ്ട് ഞങ്ങൾ ഊപ്പാടലകിണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വെയില. നട്ടുച്ചയായി, 1 മണി 1:30 കഴിഞ്ഞപ്പോൾ അല്ലേ ഇപ്പോൾ സമയം. നല്ല തിരക്കായിരുന്നു ഹോസ്പിറ്റലിൽ, ഒരു രക്ഷയുണ്ടായിരുന്നില്ലേ. വരുമ്പോൾ നമ്മൾ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. 150 രൂപയുടെ ഐക്കുറ മേടിച്ചു. പിന്നെ ഒരു 30 രൂപയുടെ ചീര. ഇത് വില കുറച്ചെന്ന് അവർ പറഞ്ഞത്, കുറച്ച് തരാമെന്ന് പറഞ്ഞാൽ എന്തോ കുറച്ചിട്ടുണ്ട്. പിന്നെ ഇത് തന്നെ അവർ ജാമാക്കിയിട്ടുണ്ട്. എന്തായാലും നാളെ ഇന്ന് ഉപ്പേരി ഉണ്ടാക്കാം കുറച്ചെടുത്തിട്ട്, ഇല്ലെങ്കിൽ അത് പൊട്ടായി പോകും. ഞാനൊരു ഒരു കപ്പ 1/2 കിലോ, ഇവിടെ വലിയ ആരും ഒരുപാട് കപ്പയൊന്നും കഴിക്കില്ല, എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ 1/2 കിലോ മേടിച്ചു. മീൻ ഞാൻ പറഞ്ഞല്ലോ, ഈ തണ്ണിമത്തനും ഈ അരനെല്ലിക്കൊക്കെ ഞാൻ ഈ നെയ് മീറ്റിംഗ് ചലഞ്ച് ഇല്ലേ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇത് മൊത്തത്തിലൊന്നും നെയ് മീറ്റിംഗ് ചലഞ്ചിൽ ഇത് വേണ്ട, ഒരു കുഞ്ഞ പീസ് മതി. ബാക്കി നമുക്ക് വെള്ളം കലദോശ കഴിഞ്ഞിട്ട് ഇത് അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേഗം നമുക്ക് ഇതെന്താ പറഞ്ഞാൽ മാങ്ങ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് മാങ്ങ അച്ചാർ ഉണ്ടാക്കണം, പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കണില്ലേ. അത് നമുക്ക് ഫുഡിൻ്റെ പരിപാടി വേഗം കഴിച്ചിട്ട് വേണം. ഒരു 1:30 ഉണ്ടാവും. 2:30 ആകുമ്പോഴേക്കും നമ്മുടെ പരിപാടി തീർത്തിട്ട് ലൈവ് കയറാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി സംസാരിച്ച് നിൽക്കണില്ല, വേഗം നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. ഇത് നാളെ ഇപ്പം നമ്മൾ എടുക്കാത്ത സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കുകയാണ്. ചീര നമുക്ക് നാളെ എടുക്കാം കേട്ടോ. ഇപ്പം നമുക്ക് മീനും ഈ പറഞ്ഞ പോലെ മീൻകറി വെക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് വേണ്ടാത്തൊക്കെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നെയ് മീറ്റിംഗ് ചലഞ്ചിന് വാങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് അതിനെ തപ്പിപ്പിടിച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ കണ്ടനെയാണ് ഏൽപ്പിക്കാറ്. കുട്ടിയോട് പറയാം അതൊന്നും വാങ്ങിയിട്ട് ഒരു പേരിൻ്റെ ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ അതിന് എൻ്റെ സാധനങ്ങൾ എഴുതി കൊടുക്കുകയും ചെയ്താൽ അവൻ വാങ്ങിക്കോളും. മറ്റേത് ഇത് തപ്പി പിടിക്കാൻ വേണ്ടി വലിയ പാടാണേ. അങ്ങനെ മീനൊക്കെ വേഗം കഴുകുകയാണെങ്കിൽ നമുക്ക് മാമുണ്ണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം കേട്ടോ. തലേണെങ്കിൽ വെട്ടിപ്പൊളിയുണ്ട്, അത്രയും വെയിലായിരുന്നു കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചെറുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്, തക്കാളി അരിഞ്ഞ് വെച്ചു, പച്ചമുളക് അരിഞ്ഞ് വെച്ചു, എല്ലാം ആക്കി വെച്ചിട്ട് ചട്ടി അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം കറിയാക്കാൻ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് വീഡിയോ എടുക്കണില്ല, അത് ഷോർട്സ് എടുക്കാന്നുള്ളതായിരുന്നേ. പിന്നെ അതാണ് ഈ ഒരു ടൈപ്പിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വിചാരിച്ചു ഓക്കെ അങ്ങനെ കിടക്കട്ടെ, മൊത്തത്തിൽ നമുക്കൊരു വീഡിയോ ഇങ്ങോട്ട് ആക്കാന്നുള്ളത്. പിന്നെ ഒരു വീഡിയോ ഒന്നും എടുക്കാനുള്ള വേറെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എനർജി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എന്താക്കി വെച്ചാൽ നമ്മൾ ഇന്നലെ വൈകിട്ട് വെള്ളം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ഗ്ലാസ് ഞാനും പൂച്ചിട്ടും കൂടി മടാതെ കുടിച്ചിട്ടുണ്ടായിരുന്നു. എത്ര വെള്ളം കുടിച്ചിട്ടും ദാഹം തീരില്ല കേട്ടോ, അത്രയും ചൂടായിരുന്നേ. അങ്ങനെ ബാക്കി വെള്ളം കണ്ണക്കുട്ടിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അവനവിടെ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളി ആളുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ അവിടേക്ക് കളിക്കാൻ വേണ്ടി പോയിരിക്കുക. ഇനി മീൻകറിക്ക് വേണ്ടിയിട്ട് ചട്ടി വെച്ചു, അതിലേക്ക് ഉലുവ പൊട്ടിച്ചു, പെരുംജീരകം പൊട്ടിച്ചു, ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ചതച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ അങ്ങോട്ട് മസാല പുരട്ട. അതിലേക്കും ഇഞ്ചി വെളുത്തുള്ളി ചെറുള്ളി ചതച്ചതും പെരുംജീരകവും, പിന്നെ നമുക്ക് അതിനകത്തേക്ക് മസാല ഇടാൻ വേണ്ടിയിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പറഞ്ഞ പോലെ കാശ്മീരി ചില്ലിപ്പൊടിയോ കുരുമുളക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, പിന്നെ ഉപ്പ്. ഞാൻ ഈ പെരുംജീരകം ചിലപ്പോൾ ഞാൻ ചതയ്ക്കും, ചിലപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം ഇന്ന് ചതയ്ക്കാൻ മടിയോണ്ടാണ്. കൈയിൻ്റെ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇല്ലാണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകില്ല കേട്ടോ. പക്ഷേ ഇത് റെസ്റ്റ് എടുക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയപ്പോൾ ഈ കൈയും വെച്ച് റെസ്റ്റ് എടുക്കുക, അത് ഞാൻ ഡോക്ടറോട് പറയുകയും ചെയ്തു. അപ്പോൾ ആളിച്ചിരിക്കുക കേട്ടോ. പിന്നെ നിലത്ത് കിടക്കരുത്, വെറും തറയിൽ കിടക്കരുത്, പില്ലോ വയ്ക്കുകയും ചെയ്യരുത്, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിത് ആ മസാല പുരട്ടാൻ വേണ്ടിയിട്ട് എല്ലാം ഇട്ട് പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു അമര വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് അവർ പൊട്ടയാണ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞാൻ പറയും അത് കേടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചപ്പോഴേക്കും നമ്മുടെ ഉള്ളിയും തക്കാളിയും കാര്യങ്ങളൊക്കെ അല്ലേ, ഉള്ളിയും തക്കാളിയല്ല ഇഞ്ചി വെളുത്തുള്ളിയും ചെറുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തു. അതൊന്ന് വെന്തുടഞ്ഞപ്പോൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ പൊടിയുടെ പച്ചമുളക് മാറണ വരെ ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളം അതിനകത്തേക്ക് പാകത്തിന് അങ്ങോട്ട് പിഴിഞ്ഞ് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ആ ഒരു പൊടിയുടെ പച്ചമണം മാറിയതിൻ്റെ ശേഷം പുളി പിഴിഞ്ഞൊഴിച്ചാൽ മതി. എനിക്കിവിടെ മീൻ കറിയിൽ കുറച്ചധികം എരിവും പുളിയൊക്കെ വേണം. നമുക്കിവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. എൻ്റെ അച്ഛയ്ക്കും അങ്ങനെ നമുക്ക് ചെറുതിൽ കൂട്ടി ശീലമായിട്ട് ഇവിടെ അങ്ങനെ ആർക്കും എരിവിൻ്റെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. എരിവ് കൂട്ടണം അത്ര നല്ലതൊന്നല്ല, എന്നാലും ചിക്കനും മീനൊക്കെ ആണെങ്കിൽ ഇത്തിരി എരിവും പുളിയൊക്കെ വേണം, ചൊടി വേണം കേട്ടോ. അങ്ങനെ നമ്മൾ പുളിവെള്ളം ഒഴിച്ചു പാകത്തിന് ഉപ്പിട്ട് ഇനി അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് അടച്ചങ്ങോട്ട് വെക്കാം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി മീൻ വറുക്കാനുള്ള പരിപാടി നോക്കാം. ഈ പൂച്ചക്കുട്ടൻ ഗർഭിണിയാണ് കേട്ടോ. അതിനെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരെ. ഞാൻ ചോറും മീനൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. വീഡിയോയിൽ കാണിക്കാത്തതാണ് കേട്ടോ. നമ്മൾ അങ്ങനെ കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാണിക്കുകയാണെങ്കിൽ ഓക്കെ, ഞാനിത് എപ്പോഴാണ് വരികയെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഈ ക്യാമറയിൽ തൂക്കി പിടിച്ച് എനിക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ആവും. ഇനി നമുക്ക് വേഗം അങ്ങോട്ട് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. ഈ മീൻ വറുക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾ കറി വറുത്തിടുമ്പോൾ ഷീന്നൊരു സൗണ്ട് ഉണ്ടല്ലോ, അത് നല്ല രസമാണ് കേട്ടോ കേൾക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ സൗണ്ട് കൊടുക്കും കേട്ടോ. എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ മീനൊക്കെ പെറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ ട്രിപ്പിന് എല്ലാം കൂടെ വറക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയുണ്ടെങ്കിൽ നാളേക്ക് എടുത്തേക്കാം, പിന്നെ ഒന്നും കൂടി മൂപ്പിച്ചാൽ മതിയല്ലോ വിചാരിച്ചു. എനിക്ക് ഈ മസാല പുരട്ടിയിട്ട് ഈ ഫ്രിഡ്ജിൽ വെച്ച മീൻ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കേട്ടോ. മൊത്തത്തിലുണ്ട് വറക്കാൻ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു അമരയ്ക്ക ഉണ്ടല്ലോ, അത് വേഗം തലമാലൊക്കെ കളഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടി പിടിച്ചിട്ട് കുനുകുനാന്നരം അങ്ങോട്ട് അരിയാട്ടോ. അതിൽ കുറച്ച് കണ്ടല്ലേ, അതൊക്കെ പൊട്ടയാണ് കേട്ടോ. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഞാൻ ആകെ 20 രൂപയ്ക്ക് ഈ സാധനം മേടിച്ചിട്ടുള്ളൂ. 2 നേരം വെക്കാമെന്ന് വിചാരിച്ചു മേടിച്ചാൽ അതിലൊരു ഭാഗത്തോളം കേടുമായിരുന്നു കേട്ടോ. ഇനി ഞാൻ കടയിൽ നിന്ന് വാങ്ങില്ല എന്നൊക്കെ പൂച്ചിട്ടിയോട് പായാലും പറഞ്ഞിട്ടാണ് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കില്ലേ ഇന്നലെ വെയിൽ കൊണ്ടിട്ട് സൗണ്ട് അടച്ചിട്ട് പെട്ടെന്ന് പറ്റണില്ല. അങ്ങനെ നമ്മുടെ കറി അടച്ചു. ഉപ്പേരിക്കുള്ള അരിഞ്ഞ് വെച്ച സമയം കൊണ്ട് നമ്മൾ മീൻ കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പെറുക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. തലയും വാലും കുറച്ച് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇവിടെ വറുത്തേനെ കൊണ്ട് കൂടുതൽ വേണതിനെ കൊണ്ട് ഞാൻ അങ്ങനെയാണ്. കറിയിലത്തെയും കഴിക്കാത്തത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ വറുത്തതാണ് കുറച്ച് കൂടുതലാക്കിയത്. അങ്ങനെ അത് ഇട്ട് കൊടുത്തു. മീൻ അങ്ങോട്ട് അടച്ചു വെച്ചു. ഇനി അത് വേവണ സമയം കൊണ്ട് ഞാൻ 2 മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അതിലൊരെണ്ണം ഞാൻ അച്ചാർ ഇപ്പം അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്ന് അരിഞ്ഞ് നോക്കിയപ്പോൾ മുറിച്ച് നോക്കിയപ്പോൾ ഒന്നും ഇങ്ങോട്ട് ചനച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ ചനച്ച അച്ചാറല്ല, ചനച്ച മാങ്ങ അച്ചാർ ഉണ്ടാക്കണ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ഓക്കെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാമെന്നാണ്. അരിഞ്ഞൊക്കെ ആദ്യത്തെ ഒരു അരിയല്. പിന്നെ എൻ്റെ മനസ്സ് മാറി, നമുക്കത് അരിയണ്ട, ഉപ്പിലിടാമെന്ന് വിചാരിച്ചു. നമുക്കൊന്നും കറിയോ കാര്യങ്ങളോ രണ്ടാമതൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഒന്നും ഇങ്ങോട്ട് തൊട്ട് കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കഞ്ഞി കുടിക്കണം, അല്ലെങ്കിൽ പഴഞ്ചോറ് കഴിക്കുമ്പോഴൊക്കെ ഇതൊരു കോമ്പിനേഷൻ അടിപൊളിയല്ല. ഞാൻ നാരങ്ങ കുറച്ച് കൊണ്ടുവന്ന് അതും ഉപ്പിലിട്ട് വയ്ക്കും. മാങ്ങ എനിക്ക് ഉപ്പിലിട്ടത് അതിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് കുനുകുനാന്ന് അരിഞ്ഞ ആദ്യം. പിന്നെ തോന്നി ഉപ്പിലിടണേന് ഇങ്ങനെ കുനുകുനാന്ന് അരിയണ്ടല്ലോ എന്നുള്ളത്. അച്ചാറിലേക്ക് ആദ്യം അരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വലുതാക്കി. പിന്നെ ഈ പോണത് 2-3 ചീനിമുളക് പിച്ചാൻ വേണ്ടിയിട്ടാണ്. നട്ടപ്പുറം വെയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പൂജിട്ടിയോട് പറയാം ഇന്ന് ഏതായാലും വെയിൽ കൊണ്ടു. അപ്പോൾ പിന്നെ വെയിൽ കൊള്ളണേൻ്റെ ചൂട് അങ്ങോട്ട് അറിയണില്ല. മറ്റേത് ഞാൻ വെയിൽ കൊള്ളുകയില്ല കേട്ടോ. ഞാൻ കുട ചൂടിയിട്ട്, ഇപ്പം നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും കുട ഡെയിലുണ്ട് കേട്ടോ. പൂജിട്ടി അങ്ങനെയല്ല, നിന്ന വെയിൽ മൊത്തവും കൊള്ളും. ഇപ്പോൾ പിന്നെയും കുടയിൽ നിൽക്കും തോന്നുന്നു. നമ്മുടെ ഈ ചീനമുളകൊക്കെ പിച്ചിട്ട് ഓടി അകത്ത് കയറിയിട്ടുണ്ട്. ഇനി അത് കഴുകിയിട്ട് നമുക്ക് ആ ഒരു ഉപ്പിലിട്ടയിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഒന്ന് അതിനൊരു ഓട്ട കുത്തി കൊടുക്കുക. എന്നാൽ അതിൻ്റെ എരിവൊക്കെ നമ്മുടെ ആ മാങ്ങയിലേക്ക് ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. വെള്ളച്ചോറൊക്കെ കഴിക്കുമ്പോൾ ഇത് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ചോറുണ്ടാകുമ്പോൾ തന്നെ എന്തെങ്കിലും തൊട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ തന്നെ ധാരാളമാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറേശ്ശെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ സുഖമായിട്ടൊക്കെ അങ്ങോട്ട് പൊക്കോളും. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടിരിക്കണ്ടല്ലോ. അങ്ങനെ കേട്ടോ. എന്നിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു, ചീനമുളകും കുത്തിയിട്ട് കൊടുത്തു, വെള്ളവും ഒഴിച്ചു കൊടുത്തു പാകത്തിന്. എന്നിട്ട് ലേശം വിനാഗിരി സുർക്ക ആ സാധനം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ കുലുക്കിയിട്ട് അങ്ങോട്ട് വെക്കാം. ഞാൻ ഈ വക ഐറ്റംസൊക്കെ അതിൻ്റെ മേലെയാണ് കേട്ടോ, ഈ കബോർഡിൻ്റെ മേലെയാണ് വയ്ക്കുക. പക്ഷേ എപ്പോഴും എടുക്കുകയും വേണ്ട, കാണുമ്പോൾ ചിലപ്പോൾ എടുത്തെടുത്ത് ഇങ്ങനെ കഴിക്കാനോ ടെൻഡൻസി വരും. അപ്പോൾ അതൊന്നും അങ്ങോട്ട് ആവട്ടെ, ഉപ്പും പുളിയൊക്കെ അതിനകത്ത് പിടിക്കട്ടെ, എരിവൊക്കെ പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് നമ്മുടെ പലകയില്ലേ അതൊന്ന് കഴുകി എടുത്ത് വെച്ചിട്ട് ബാക്കി ഇരിക്കുന്ന പാത്രങ്ങൾ വേഗം കൈയോടെ അങ്ങോട്ട് കഴുകി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ മീൻകറിയുടെ മീനും വേവട്ടെ, മീൻ വറുക്കാൻ വെച്ച ആ സംഭവം വേവട്ടെ എന്ന് വിചാരിച്ചിട്ട് മൂക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആളുള്ള സമയം കൊണ്ട് ഇതൊക്കെ അങ്ങോട്ട് ചെയ്ത് കൈയോടെ തീർത്തിട്ടുണ്ട്. ഒറ്റയടിക്ക് എല്ലാ പരിപാടിയും പണികൾ തീർക്കണം എനിക്ക് ഇഷ്ടം കേട്ടോ. കുറച്ച് ചെയ്തിട്ട് പിന്നെ ബാക്കി പിന്നെ ചെയ്യാമെന്ന് വയ്ക്കുന്ന പരിപാടികളോട് എനിക്ക് ഇഷ്ടമേ അല്ല. ഇതാവുമ്പോൾ എന്താ പറയുക, ആ ഒരു സമയം നമുക്ക് അവിടെ പോവുള്ളൂ. പിന്നെയും നമ്മൾ അതിനകത്തേക്ക് കയറിയിട്ട് കിച്ചണിൽ തന്നെ നിൽക്കേണ്ട സമയമല്ലേ, പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ആയി സെറ്റായി കുറുകി വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ എപ്പോഴും എനിക്കിപ്പോൾ എന്താണെന്നാവട്ടോ, ഉപ്പ് എല്ലാത്തിലും കുറവ് പോലെ തോന്നും. ഞാനിടുമ്പോൾ പിള്ളേർക്കൊക്കെ പാകാം, പക്ഷെ എനിക്ക് കുറവ് പോലെ തോന്നും കേട്ടോ. നമ്മുടെ മീനിൻ്റെ ഒരു ഭാഗമായപ്പോൾ ഒക്കെ മറിച്ച് തിരിച്ചിട്ട് കൊടുത്ത് മൂപ്പിക്കുന്നുണ്ട്. ഈ ഒരു മീൻ ഞാൻ ഐക്കോറ മീൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നതാണ് എൻ്റെ ഒരു ഉറപ്പ് കേട്ടോ. ഞാൻ ഐക്കോറ അങ്ങനെ കഴിച്ചൊരു ഓർമ്മ എനിക്കില്ല. ഐക്കോറ എന്ന് പറയുന്നത് എൻ്റെ വിചാരം അയിലക്കണയനില്ലേ ആ സാധനമാണെന്നാണ് കേട്ടോ. ഇന്നിപ്പോൾ അവർ ഇത് 2 150 രൂപയ്ക്ക് അടിപൊളിയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്നും കൂടി ഫ്രഷ് ഒന്നും അല്ല,
ഒന്നും കൂടെ പ്രശ്നമാണ്. പക്ഷേ എന്നാലും അത്ര പൊട്ടയൊന്നും അല്ല കേട്ടോ. പൈസ കൊടുത്തതിനുള്ള മെച്ചമൊക്കെ ഉണ്ട്. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് മൂക്കാൻ വേണ്ടിയിട്ട് നിന്നു. എനിക്ക് ഈ പൈസ കൊടുത്ത മുതൽ പൊട്ടയായി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും കേട്ടോ. ഈ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും. അതാണ് ഞാൻ എപ്പോഴും നമ്മുടെ ഈ ലിമാക്സിൽ പോയി വാങ്ങുകയാണെങ്കിൽ നമ്മൾ കയ്യിൽ പിടിച്ച് നോക്കി ആവശ്യമുള്ളത് വേണ്ടതും വേണ്ടാത്തൊക്കെ നോക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ ഞാൻ ഈ പോണ പോക്കിൽ അങ്ങോട്ട് വളാഞ്ചേരി പോകുമ്പോൾ അങ്ങനെ അങ്ങോട്ട് വാങ്ങണതാണ് കേട്ടോ. അത് മിക്കതും എനിക്ക് അബദ്ധേ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ മീനൊക്കെ വറുത്തൊരു പാത്രത്തിലാക്കി വെച്ചു. പിന്നെ ഞാനത് ആ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചു, ചെറുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഉപ്പേരി അങ്ങോട്ട് വറുത്തിട്ടാണ് കേട്ടോ. ഇത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന അമരയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പ് ഇട്ടെടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടാണ് അടച്ച് വെക്കുക. സിമ്മിൽ ചെറിയ തീയിൽ അങ്ങോട്ട് വേവിച്ചെടുക്കും. ഞാൻ ഇതിലൊന്നും വെള്ളം ഒഴിക്കില്ല കേട്ടോ. അതങ്ങനെ ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് അതിൻ്റെ ഒരു നനവിൽ കിടന്നിട്ട് അങ്ങനെ അങ്ങോട്ട് വെന്തോളും. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ ആയിട്ടുണ്ട്. മീൻകറിയും ചോറും ഉപ്പേരിയും മീൻ വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചോറ് വിളമ്പാൻ വേണ്ടിയിട്ട് നിൽക്കണം. നല്ല വിശക്കുണ്ടായിരുന്നു കേട്ടോ. ആരും മുട്ട പപ്സ് കഴിച്ചതൊക്കെ എപ്പോഴോ ആവിയായി പോയിട്ടുണ്ടായിരുന്നു. അത്രയും പണിയുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ. അങ്ങനെ ചോറും വിളമ്പി, നമ്മുടെ ഉപ്പേരി വിളമ്പി, 2 കഷ്ണം മീനും വെച്ചു, മീൻ കറിയും ഒഴിക്കുന്നുണ്ട്. നല്ല കുറുകുറാതൻ അടിപൊളി ടേസ്റ്റുള്ള മീൻ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ്. അങ്ങനെ വെച്ചാൽ കഴിക്കാൻ വേണ്ടിയിട്ട് നാളേക്കാണ് കുറച്ചും കൂടെ സൂപ്പർ. ഞാൻ കപ്പ വാങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ മീൻ കറിയും ആയിട്ടുണ്ട്. തലേ ദിവസത്തെ 2 കഷ്ണം ചിക്കനും ഉണ്ടായിരുന്നു. അതും കൂടെ എടുത്തിട്ട് കണ്ണൻകുട്ടിക്ക് ആദ്യം കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അവനല്ലേ വിശന്നിട്ട് കിളി പോയിട്ടിരിക്കായിരുന്നു. എനിക്കാണെങ്കിൽ നല്ല ചൂട്. അങ്ങനെ ചൂടോട് കൂടി കഴിച്ചാൽ എനിക്ക് ഫുഡ് കഴിച്ചാൽ പോകില്ല. അപ്പോൾ അവനെ അങ്ങോട്ട് വാരി കൊടുത്തു കഴിഞ്ഞാൽ, വാരി കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊറ്റയ്ക്ക് വാരി കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇതേപോലെ എപ്പോഴെങ്കിലും ആരെങ്കിലും ചേച്ചിമാരൊക്കെ കണ്ണൻകുട്ടി കഴിക്കില്ലേ എന്നൊക്കെ ചോദിക്കും, വെറുതെ അവനെ കളിയാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കിങ്ങനെ നല്ല ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ അമ്മ വാരി ഇപ്പോഴും ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ തട്ടിമുട്ടി നിൽക്കും, ഇപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മ വാരി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ വന്നാലും അമ്മയെ കൊണ്ട് ഞാൻ വാരി അമ്മേനെ കൊണ്ട് വാരി തെരിപ്പിക്കും. അതെന്തോ വല്ലാത്തൊരു ഇഷ്ടമാണ്. നമ്മൾ ഇരുന്ന് അങ്ങോട്ട് കഴിച്ചോളൂ ഒരു പറ ചോറ് എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ അവനും കൊടുത്ത് ഞാനും പൂജിട്ടിയും കഴിച്ച് കുറച്ച് എഡിറ്റിങ്ങും ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും നല്ല പെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വൈകുന്നേരത്തെ അടിച്ചുവാരലും കാര്യങ്ങളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. വിളക്ക് വയ്ക്കണമല്ലോ. ഞങ്ങളാണെങ്കിൽ ഇന്നിപ്പോൾ ഷോർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ പോണതിനെ കൊണ്ട് ആകെ കൂടെ ഒരു കഥയായിരുന്നു. പോയതിനെ കൊണ്ട് ഉച്ചയ്ക്ക് തന്നെ ഞാൻ അവിടുന്ന് ഓടിപ്പാഞ്ഞ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ആ വോയിസൊക്കെ കൊടുത്തേ. കെയറിൽ കയറി അവിടെ ഇരുന്നിട്ടൊന്ന് വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ആകെ കലപിലായിരുന്നു. അവിടുന്ന് പറ്റിയില്ല. അങ്ങനെ വീട്ടിൽ വന്ന് അതൊക്കെ കഴിഞ്ഞ് ഒക്കെ കൂടെ ഒരു കഥയായിരുന്നു. പിന്നെ വൈകുന്നേരത്തെ ഷോർട്സും റീഡ് നമ്മൾ എങ്ങനെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോസും ഷോർട്സ് എടുക്കലൊക്കെ ആകെ അയ്യത്തടയാവും. പിന്നെ അന്നത്തെ ഒരു ദിവസം നമ്മളിങ്ങനെ കടന്ന് ചക്രശ്വാസം വലിക്കണം. ഈ വീട്ടിലെയാണോ ചെയ്യുക, ഇതാണോ ചെയ്യുക, എടുത്ത വീഡിയോ ആണോ ഫുള്ളാക്കുക, അതുകൊണ്ട് ഇടാനുള്ളതാണോ റെഡിയാക്കുക എന്ന് അറിയാണ്ട് കേട്ടോ. എല്ലായിടവും ഒന്ന് അടിച്ച് വാരിയിട്ടുള്ളൂ. ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് വയ്യ കേട്ടോ. അത്രയും അലമ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തലേ ദിവസം തുടച്ചതല്ലേ. അങ്ങനെ 5 മണി ആവാറായിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരുമ്പാനുള്ളതായിട്ട് ഓടുകയാണ് കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ ഇനി ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് ഇനി ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാനും കുളി കഴിഞ്ഞ് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ടും ഒക്കെ. അതുകൊണ്ട് തന്നെ ചാടി തുള്ളി പോണത് തിരുമ്പാൻ വേണ്ടിയിട്ട്. ഈ സമയത്താണെങ്കിൽ നല്ല തിരക്കും ഉണ്ടാവും. അതാണ് ഇത്രയും ഓടി പോകണം. നോക്കുമ്പോൾ ഭാഗ്യത്തിന് ആ കല്ലിൻ്റെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേഗം ഇറങ്ങിയിട്ട് തിരുമ്പാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു തിരുമ്പലാണ് എൻ്റെ കൈക്ക് ഇത്രയും പെയിൻ. എന്താ വെച്ചാൽ അവിടേക്ക് ആകുമ്പോൾ പൂജിട്ടിയായിരുന്നു ചെയ്തായിരുന്നത്. അവിടെ ബാത്റൂമിൽ കല്ലുണ്ടായിരുന്നു. ഇവിടെ പിന്നെ കല്ലില്ലാത്തതിനെ കൊണ്ട് നിങ്ങൾ എന്തായാലും വന്നേ പറ്റുള്ളൂ. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പൊട്ടത്തരൊക്കെ പറഞ്ഞിട്ട് നമ്മളിത് ആ വേഗം സോപ്പ് പൊടിയിലാണ് കലക്കി വെക്കുന്നുണ്ട്. വൈറ്റ് ഉള്ളതുണ്ടായിരുന്നു. ഞാൻ ആ പൊട്ടത്തരം കാണിച്ചത് കണ്ടോ. എൻ്റെ വൈറ്റ് പാൻറ്റും ഇന്നെടുത്ത പുതിയ തോർത്തും കൂടെ മുക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് ഇട്ടു. ആ ഒരു വെപ്രാളത്തിൽ കേട്ടോ. അതെനിക്ക് ഭാഗ്യത്തിന് ആ പാൻറ്റിൽ അത്ര വലിയ കളറ് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഊരി പിഴയണ സമയത്ത് ഒരു നീല കണ്ടിട്ട് ഞാൻ വേഗം തല്ലി തിരുമ്പി റെഡിയാക്കുക ചെയ്തത്. പിന്നെ ഒരു അങ്കായിരുന്നു കേട്ടോ. കണ്ണും മുന്നും പിന്നും നോക്കാതെ കണ്ണങ്ങോട്ട് ചിമ്പിയിട്ട് ആഞ്ഞടിച്ചിട്ട് ഓരോന്നും അങ്ങോട്ട് തിരുമ്പി അങ്ങോട്ട് മാറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ ഒട്ടും സമയമില്ലാത്തൊരു ദിവസവും മൊത്തത്തിലൊരു അട്ടം തിരിഞ്ഞ ദിവസമായിരുന്നു കേട്ടോ. ഇങ്ങനൊരു ശനി പിടിച്ചൊരു ദിവസം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കൂട്ടം കാര്യങ്ങളും ഒന്നും കൂടെ മുഴുവനാവണമില്ല. കറക്റ്റ് സമയത്ത് ചെയ്യാനും പറ്റണില്ല. ഇന്നത്തെ ലോങ് വീഡിയോ എങ്ങനെ പോയാലും ഇന്നത്തെ അല്ല ഇന്നലത്തെ ആയിരുന്നു. ഇത് ഇന്നലെ എടുത്ത വീഡിയോ അല്ലേ. ഇന്നലെ ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് 7 മണി 7:30 ആയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഒത്തിരുന്നില്ല എനിക്ക് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഫോണായിട്ടല്ലേ പോവുക. ഇത് ലോങ് വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫൈ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാവില്ല. മണിക്കൂർ നേരം പിടിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വേഗം ഒലുമ്പി പിഴിഞ്ഞിട്ട് ഇനി വീട്ടിലേക്ക് ഓടണം ഒരൊറ്റ ശ്വാസത്തിൽ. എന്നിട്ട് നമുക്ക് കുളി കഴിഞ്ഞിട്ട് വേഗം വിളക്ക് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇനി നമുക്കിപ്പോൾ പറഞ്ഞ പോലെ രാത്രിയിലെ കാര്യങ്ങൾ ഒരുക്കങ്ങളെന്ന് പറഞ്ഞ പോലെ അങ്ങനെയുണ്ട്. അതുകൊണ്ട് ഒരു റെസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം എനിക്കിപ്പോൾ കുറച്ചായിട്ടില്ല. അത് ഒരു ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ ഇനിയിപ്പോൾ റെസ്റ്റ് വേണമെന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ ബിസി ആവാൻ തന്നെയാണ് നല്ലത്. പക്ഷേ ഈ ഒരു വേദന വെച്ചിട്ട് എനിക്കിപ്പോൾ തോന്നുന്നത് എനിക്ക് 2 ദിവസം വെറുതെ ഇരുന്നാൽ മതിയായിരുന്നെങ്കിൽ എന്നുള്ളത് കേട്ടോ.
എന്തായാലും ശനി ഞായറാഴ്ച ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളില്ലല്ലോ, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവിടുന്ന് ചാടിത്തുള്ളി ഇതാ വീട്ടിലേക്ക് ഓടുകയാണ് കേട്ടോ. ഇരുട്ടാവാറായിട്ടുണ്ട്, ഇങ്ങനെ ഇത്ര സന്ധ്യ ആവാറായി, കുളിച്ച് വിളക്ക് വയ്ക്കാറായിട്ടുണ്ട്. അങ്ങനെ ദാ ഞാൻ വേഗം ടപ്പേന്നനെ ഓടിപ്പോയി മീൻ കൂട്ടിയതല്ലേ, തലയൊക്കെ നനച്ച് കുളിച്ചു. ഇനി വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് മക്കളെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഒരു 60% പിള്ളേർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. നിങ്ങളിങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനാട്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനാട്ടോ. കഷ്ടമുണ്ട്, ഞാൻ എപ്പോഴും പറയണില്ലേ, നിങ്ങൾ സബ് ചെയ്യാതെ കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് എന്തോരം, ഞാനിങ്ങനെ നോക്കുമ്പോൾ 60% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാനാട്ടോ മക്കളെ. എവിടെയെങ്കിലും ഒരു ഇഷ്ടം തോന്നുമ്പോൾ ഒന്ന് ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ.